പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന സംയുക്ത സൈനിക മേധാവിയുടെ തുറന്നു പറച്ചിലിൽ പ്രതികരണവുമായി സിപിഐഎം ദേശീയ ജനറൽ സെക്രട്ടറി എം.എ. ബേബി സേനയ്ക്കുണ്ടായ തിരിച്ചടിയും നേട്ടവും വിശദീകരിക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വമാണെന്ന് എം.എ. ബേബി പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞ സമീപനമാണ് പ്രധാനമന്ത്രിയും ബി.ജെ.പിയും സ്വീകരിച്ചതെന്നും എം.എ. ബേബി കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ സംബന്ധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തിലും പ്രതികരണമുണ്ടായിട്ടില്ലെന്നും എം.എ. ബേബി കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ സേനയ്ക്കുണ്ടായ തിരിച്ചടിയും നേട്ടവും വിശദീകരിക്കേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വമാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ ബി.ജെ.പി. സർക്കാരും പ്രധാനമന്ത്രിയും മൗനം തുടരുകയാണെന്നും എം.എ. ബേബി കുറ്റപ്പെടുത്തി. അല്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഇന്ത്യയുടെ യുദ്ധവിമാനം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. നഷ്ടപ്പെട്ടു എന്ന് തന്നെ ആദ്യമായിട്ട് ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. സേനയ്ക്കുണ്ടായ തിരിച്ചടിയും അദ്ദേഹം അംഗീകരിച്ചു. അതിനുശേഷം ആ തിരിച്ചടിയെ മറികടന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതെല്ലാം പറയേണ്ടിയിരുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ബി.ജെ.പി. ഐ.ടി. സെല്ലിന്റെ കാലാൾപ്പടയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്നും എം.എ. ബേബി കൂട്ടിച്ചേർത്തു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന അവകാശവാദത്തിലും കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും എം.എ. ബേബി പറഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.